അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പെട്ടെന്നുള്ള മരണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്നുള്ള മരണത്തിനെ തൊട്ട് കാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അവിടുന്ന് നമ്മോട് കൽപ്പിച്ചതും അത് തന്നെയാണ്. പെട്ടെന്നുള്ള മരണത്തിനെ തൊട്ട് കാക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന്. എന്നാൽ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും അധികവും പെട്ടെന്നുള്ള മരണങ്ങളാണ്. മരണവാർത്ത കേൾക്കാത്ത ദിവസങ്ങൾ വളരെ കുറവാണ്. അതിൽ തന്നെ അധികവും പെട്ടെന്നുള്ള മരണങ്ങളാണ്. അറ്റാക്ക് സംഭവിച്ചു, നെഞ്ചുവേദന സംഭവിച്ചു, ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു, അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിച്ചു, രാത്രി ഉറങ്ങാൻ കിടന്നു, രാവിലെ എഴുന്നേറ്റില്ല, അല്ലെങ്കിൽ ജോലിയുടെ ഇടയിൽ 1 മണിക്കൂർ റെസ്റ്റ് ഉണ്ടായിരുന്നു, വന്നൊന്ന് കിടന്നു മയങ്ങിപ്പോയി, എണീറ്റില്ല. ഇങ്ങനെ പല തരത്തിൽ അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ചു. ഇന്നലെ മിനിഞ്ഞാന്ന് നിങ്ങൾ കണ്ടില്ലേ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടതായിരിക്കും, അബുദാബിയിൽ സംഭവിച്ച ഒരു വാഹനാപകടം. അബുദാബിയിൽ നിന്നും റാസൽ ഹൈമയിലേക്ക് വന്ന ഒരു കാറ് അപകടത്തിൽപ്പെട്ടു. ഒരു കുടുംബത്തിൽപ്പെട്ട 15 വയസ്സിൻ്റെയും 5 വയസ്സിൻ്റെയും ഇടയിലുള്ള 4 ആൺമക്കൾ, അവിടെ വീട്ടുജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീ അടക്കം 5 പേർ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. ആ വീട്ടുകാരായ ഭാര്യയും ഭർത്താവും അവർ ICUവിലാണ്. അപകട നില തരണം ചെയ്തു എന്നാണ് ഇപ്പം അറിയാൻ കഴിയുന്നത്. പടച്ച റബ്ബേ, ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാഹ്. കുടുംബത്തിന് നീ ക്ഷമ നൽകണേ റഹ്മാനെ. കുടുംബത്തിന് നീ ക്ഷമ നൽകണേ റഹ്മാനെ. ഇനി ആർക്കും ഇതുപോലെയുള്ള വാഹനാപകടങ്ങളോ പെട്ടെന്നുള്ള അപകട മരണങ്ങളോ നൽകല്ല റഹ്മാനെ, നീ നൽകല്ല റഹ്മാനെ. ബിബറക്കത്തിൻ നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്നുള്ള മരണം ചില സമയങ്ങളിൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആഘാതം. മിനിഞ്ഞാന്ന് എൻ്റെ പെങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഉമർ ബാവ എന്ന് പറയുന്ന, ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ദീനീകാര്യമായ എല്ലാ കാര്യങ്ങൾക്കും മുമ്പന്തിയിലുണ്ടാകുന്ന ഉമർ ബാബയുടെ ഭാര്യ ആയിഷ എന്ന് പറയുന്നവർ പെട്ടെന്ന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വളരെ പെട്ടെന്നായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ അല്ലാഹു തആല വെളിച്ചമാക്കി കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗത്തിൽ നിന്നുള്ള വാതിൽ തുറന്നു കൊടുക്കുന്ന ഖബറാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്. എല്ലാവരുടെയും ഖബർ അല്ലാഹു തആല വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പെങ്ങളുടെ മക്കളൊക്കെ പറയുന്നത് അവരെ ഓർക്കാൻ കഴിയുന്നില്ല എന്ന്, അവരുടെ മരണവാർത്ത പങ്കുവെക്കാൻ കഴിയുന്നില്ല. കാരണം അത്രത്തോളം അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച, അയൽവാസിയെ സ്നേഹിച്ച ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ്. കണ്ണുകളോടെയാണ് എൻ്റെ മരുമക്കളൊക്കെ എന്നോട് ആ വാർത്തകൾ പറയുന്നത്. അവരുടെ ദുആയിൽ എന്നും അവരുണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വല്ലതും ആകാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ മരണപ്പെട്ടു പോയാലും നമ്മളെ ഓർക്കാൻ വേണ്ടി നമ്മൾ അവരിൽ വല്ലതുമാകാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ, നമ്മുടെ അയൽവാസികളെ സ്നേഹിച്ചുകൊണ്ട്, നമ്മളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരാകാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും അല്ലാഹു തആല ഖൈറാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പെട്ടെന്നുള്ള മരണത്തിനെ തൊട്ട് കാക്കണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്നുള്ള മരണം ഖൈറാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതാർക്കാണ്? മരണത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ ഹക്കടപാടുകളും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട്, തൗബയൊക്കെ ചെയ്തുകൊണ്ട്, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുകൊണ്ട് മരണത്തിന് ഇങ്ങനെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, പെട്ടെന്നൊന്ന് മരിച്ചു കിട്ടിയാൽ നല്ലതായിരിക്കുമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അത് അവരുടെ പെട്ടെന്നുള്ള മരണം ഖൈറാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല മനുഷ്യന്മാർക്ക് തൗബയൊക്കെ ചെയ്തിട്ട് ഏത് നിമിഷവും മരണപ്പെടുമെന്നുള്ള ആ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം ഖൈറാണ്. അല്ലാതെ ഇങ്ങനെ പാപങ്ങൾ ചെയ്തുകൊണ്ട്, ദോഷങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക്
പെട്ടെന്നുള്ള മരണം ഖൈറല്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും ഖൈറിലാക്കി തരുമാറാവട്ടെ. എല്ലാ ഹക്കടപാടുകളൊക്കെ വീട്ടിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ കിടന്നുകൊണ്ട് ഖൈറായ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആ മദീന മുനവ്വറയുടെ ചാരത്ത്, ആ ജന്നത്തുൽ ബഖീൽ അല്ലാഹു തആല നമുക്ക് ഒരു ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.